ക്രിസ്തുയേശുവിൻ്റെ മഹനീയ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം ചെയ്യുകയാണ്. ഒരു പ്രാവശ്യം കൂടി ക്രിസ്തുവിൻ്റെ ഉപമകളെക്കുറിച്ച് പഠിപ്പാനൊക്കെ നാം പോവുകയാണ്. ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നതായ വിഷയം വിലയേറിയ മുത്ത് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധ നാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം. അത് തിരുവചനത്തിൽ നിന്നും ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചതായ അനവധിയായ ഉപമകളിൽ ഒന്ന് എന്ന് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ അതെപ്രകാരം അതിൻ്റെ വില, അതിൻ്റെ അർത്ഥം ഞങ്ങളുടെ ആത്മജീവിതത്തിന് ഉതകുമെന്ന് മനസ്സിലാക്കി തരുമാറാകണമേ. യേശുവിൽ കൂടി താഴ്മയുമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. അതെ, യേശുവിൻ്റെ ഉപമകൾ എന്ന വിഷയത്തെ ആധാരമാക്കി നാം ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അനവധിയായ ഉപമകളെക്കുറിച്ച് പഠിച്ചു. ജീവിതത്തിൻ്റെ നാനാ തുറയിലുള്ളതായ വ്യക്തികളുടെ ജീവിതത്തിന്, ആത്മീയ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങളൊക്കെയും കർത്താവ് പ്രകൃതിയിൽ നിന്ന് അവരെ പഠിപ്പിച്ചതായ കാര്യമാണ്. കഴിഞ്ഞ ദിവസം നാം വില തീരാത്ത നിധിയെക്കുറിച്ച് പഠിച്ചു. എന്നാൽ ഇന്ന് വിലയേറിയ മുത്തിനെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, വ്യാപാരികൾ അവർ വ്യാപാരം ചെയ്യുന്നതിന് വേണ്ടിയുള്ളതായ സാധനങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ മുത്ത് അല്ലെങ്കിൽ പേൾ ഇത് ഒരു കമ്മോഡിറ്റിയാണ്, അത് വിൽക്കുവാനുള്ളതായ ഒരു വസ്തുവാണ്. അപ്പോൾ അതിനെ ആധാരമാക്കിയാണ് കർത്താവായ യേശു ക്രിസ്തു ഒരു ഉപമ പറഞ്ഞത്. നമുക്ക് വായിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ 45-ഉം 46-ഉം വാക്യങ്ങൾ. പിന്നെ സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയുടെ സാദൃശ്യം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി എന്ന് നാം ഇവിടെ വായിക്കുകയാണ്. അപ്പോൾ ഈ വിലയേറിയ മുത്ത് എന്തിനെയാണ് സാദൃശ്യീകരിക്കുന്നത്? അത് മറ്റൊന്നുമല്ല, അതായത് ദൈവം നമുക്ക് നൽകുവാനിരിക്കുന്നതായ വിലയേറിയ സ്നേഹം അത് യേശുക്രിസ്തുവിലൂടെ കണ്ടെത്തുക. അതാണ് യേശുക്രിസ്തു ആകുന്നു ആ വിലയേറിയ മുത്ത്. അപ്പോൾ കർത്താവ് തന്നെയാണ് ആ മുത്ത്. കർത്താവായ യേശുവിലാണ് നമുക്ക് സകലവും ഉള്ളടങ്ങിയിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ 2-3 വാക്യത്തിൽ ഇപ്രകാരം കൊടുത്തിരിക്കുകയാണ്: അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങൾ ഒക്കെയും ഗുപ്തമായിട്ട് ഇരിക്കുകയാണ്. ആരിലാണ്? മറ്റാരിലുമല്ല, യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവാകുന്നു സകലത്തിൻ്റെയും സൃഷ്ടാവ്. അതെ, താനാകുന്നു ജ്ഞാനത്തിൻ്റെ ഉറവിടം. സകല പരിജ്ഞാനങ്ങളും അവനിൽ അടങ്ങിയിരിക്കുന്നു. അതെ, ആയതുകൊണ്ട് ആ യേശുക്രിസ്തുവിൽ യേശുക്രിസ്തുവിൽ നിന്ന് പ്രാപിപ്പാൻ തക്കവണ്ണം നാം എന്ത് ചെയ്യണം? അതെവിടെ നാം തിരുവചനത്തിൽ നിന്ന് വായിക്കുന്നത്? വീണ്ടും 1 കൊരിന്ത്യർ 1-30 വാക്യം ഞാൻ വായിക്കുകയാണ്. അവിടെ പ്രകാരം പറയുന്നു: 1 കൊരിന്ത്യർ, നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിലിരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. അപ്പോൾ യേശുക്രിസ്തുവിലാണ് നമുക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഉള്ളടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വ്യാപാരി ആരാണ്? അല്ലെങ്കിൽ കച്ചവടം നടത്തുന്ന വ്യക്തി ആരാണ്? അത് പലതരത്തിൽ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം. അതായത് ഒരു യേശുവിൻ്റെ അല്ലെങ്കിൽ സത്യം അന്വേഷിക്കുന്ന, അത് കണ്ടെത്തുവാൻ തക്കവണ്ണം താല്പര്യമുള്ളതായ ഓരോ വ്യക്തികളെയുമാണ് ഈ വ്യാപാരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് പറയുമ്പോൾ യഹൂദന്മാരുടെ കാലത്ത് നമുക്കറിയാം, യേശു 12 ശിഷ്യന്മാരെയും വിളിച്ച് എന്നെ അനുഗമിക്കുക എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അവർ പ്രത്യേകിച്ച് പറയുമ്പോൾ വലിയ പഠിത്തമുള്ളവരോ പാണ്ഡിത്യമുള്ളവരോ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു മേൽക്കടയിൽപ്പെട്ട വ്യക്തികളല്ലായിരുന്നു. പിന്നെ അവർ സാധാരണക്കാരായ മീൻപിടുത്തക്കാരായ മനുഷ്യരായിരുന്നു. അവരെ ആണ് യേശു വിളിക്കുന്നത്. അവരൊന്നൊന്നായിട്ട് യേശുവിനെ അനുഗമിക്കുന്നതായിട്ട് കാണുമെന്നൊക്കെ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് അതേ യഹൂദന്മാരുടെ ഇടയിൽ അതേ പ്രത്യേകിച്ച് കർത്താവിൻ്റെ ജനന സമയത്ത് ആട്ടിടയന്മാർക്കാണ് ആദ്യമായിട്ട് സുവിശേഷ ദൂത് യേശു ജനിച്ചിരിക്കുന്നു ബെത്ലഹേമിൽ എന്ന് ഉള്ള ദൂത് കൊടുത്തത്. കാരണം അവർ അങ്ങനെയുള്ളൊരു താല്പര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ അത് യേശുവിൻ്റെ മശീഹായുടെ ജനനത്തെക്കുറിച്ച് അറിയുവാനും അല്ലെങ്കിൽ അറിയാൻ ജിജ്ഞാസയുള്ളതായ ഒരു സമൂഹമായിരുന്നു. ആയതുപോലെ തന്നെയാണ് ശിഷ്യന്മാരും.
അവർ ഓരോരുത്തരായി യേശുവോട് ചേർക്കപ്പെട്ടു, അവരെ അനുഗമിക്കുവാൻ തുടങ്ങി. ആയതുപോലെ തന്നെ പിൽക്കാലത്ത് നാം കാണുന്നുണ്ട്, ജാതികളുടെ ഇടയിൽ നിന്നും അനേകർ യേശു ക്രിസ്തുവിനെ കണ്ടുപിടിപ്പാൻ തക്കവണ്ണം ഇറങ്ങി പുറപ്പെടുന്നതായിട്ട്. അതായത് നമുക്കറിയാം, ആദ്യ നൂറ്റാണ്ടിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊർന്നേലിയസ് എന്ന് പറയുന്നതായ ഒരു വ്യക്തിയും യേശു ക്രിസ്തുവിനെ അനുഗമിച്ചു. അതേ എത്യോപ്യനായിരുന്ന ഒരു എത്യോപ്യനായ ഒരു വ്യക്തിയും യേശുവിനെ അനുഗമിച്ചതായിട്ട് നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം എന്താണ്, സത്യാന്വേഷികളായ അനേക മനുഷ്യരുടെ ഉള്ളങ്ങളെ കർത്താവാൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവാൽ ആകർഷിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് നാം ഇവിടെയും കാണുന്നത്. ഇനിയും ഇവിടെ വിലയേറിയ മുത്തിനെക്കുറിച്ച് സാധാരണ യേശു ക്രിസ്തു തന്നിലുള്ള രക്ഷ നമുക്കൊരു ദാനമായിട്ടാണ് വേദപുസ്തകം ചിത്രീകരിക്കുന്നത്. എന്നാൽ ഈ ഒരു ഉപമയിൽ അത് നാം വില കൊടുത്ത് വാങ്ങുന്നതായ ഒരു കാര്യമാണ്. അത് കണിശമായിട്ടും രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് വില കൊടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ കയ്യിൽ വിലയില്ല. പക്ഷേ നമുക്ക് ഒരു കാര്യം ചെയ്യാം, അതായത് പൂർണ്ണമായി നമ്മെ തന്നെ യേശുവിൻ്റെ ഈ ദാനത്തിനു വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുക. അപ്പോൾ ആ ഒരു വില, അതായത് പ്രത്യേകിച്ച് പറയുമ്പോൾ ഒരു സമർപ്പണ മനോഭാവം. ആ സമർപ്പണ മനോഭാവം എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ഭാഗമല്ല, നമ്മെ പൂർണ്ണമായിട്ട് നമുക്കുള്ളതായ കഴിവുകൾ, നമുക്കുള്ള സമ്പത്തുകൾ, നമുക്കുള്ള എല്ലാം തന്നെ ദൈവത്തിനു വേണ്ടി പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ഈ വിലയേറിയ മുത്ത് പ്രാപിപ്പാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുകയുള്ളൂ. അത് അതായത് ഇപ്പോൾ നമുക്കറിയാം, ഈ മാർക്കറ്റിൽ ചന്തയിൽ പോയാൽ അവിടെ അനേക കാര്യങ്ങൾ വിൽക്കുന്നുണ്ട്. ഈ മുത്ത് വിൽക്കുന്നവരുമുണ്ട്, പ്രത്യേകിച്ച് ഈ മുത്തുകൾ വിൽക്കുന്ന പ്രത്യേക സ്പെഷ്യലൈസ്ഡ് ആൾക്കാരുണ്ട്. എന്നാൽ അതൊന്നും അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഉദ്ദേശിക്കുന്ന ആത്മീയമായി യേശുവോട് ചേരുവാൻ, നിത്യരാജ്യത്തിന് അവകാശികളായി തീരുവാൻ വേണ്ടി നാം എന്ത് ചെയ്യണം, ഈ മുത്ത് ഇത് വാങ്ങുവാൻ തക്കവണ്ണം ആവശ്യപ്പെടുകയാണ്. അത് ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൽ തന്നെയാണ് ഇത് ഉള്ളത്. പ്രത്യേകിച്ച് ഈ വിലയേറിയതായ മുത്ത് നിക്ഷേപിച്ചിരിക്കുന്നത് അത് എല്ലാവർക്കുമാണ്. കാരണം നാം മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും. അത് അവിടെ ഒരു ഇന്ന വ്യക്തി അല്ലെങ്കിൽ ഇന്ന ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ വകുപ്പിൽപ്പെട്ടവർ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നില്ല. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും. അപ്പോൾ എല്ലാവർക്കും ഇത് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ വെളിപാടുകാരൻ 3:8 വാക്യം 8-18 വാക്യം ഞാൻ വായിക്കുകയാണ്. ഇതാ ഞാൻ നിൻ്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. അപ്പോൾ അതായത് ദൈവം തുറന്നു വെച്ച വാതിൽ ആർക്കും അടച്ചുകൂടാ. അത് അടച്ചുകൂടാതെ നീ സമ്പന്നനാകേണ്ടത്. പിന്നെ 18 വാക്യമാണ്, നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിൻ്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. അപ്പോൾ ഇതൊക്കെ അതായത് നമ്മിലുള്ളതായ കുറവുകൾ പരിഹരിപ്പാൻ തക്കവണ്ണം ദൈവം വെച്ചിരിക്കുന്ന ഉപാധികളാണ്. അതായത് ദൈവത്തിൻ്റെ വചനം, അതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവികമായ നീതിയിൻ വസ്ത്രം. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെയുള്ള കുറവുകൾ എന്താണ്? ഒന്ന്, നീ ദരിദ്രനാണ്, നീ സമ്പന്നനാകേണ്ടത് എന്ത് ചെയ്യണം? തീയിൽ ഊതിക്കഴിച്ച പൊന്ന്, അത് ദൈവത്തിൻ്റെ തിരുവചനമാണ്. അതുപോലെ തന്നെ നഗ്നതയുടെ വെളിവ്, നിൻ്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പ്, നീതിയിൻ വസ്ത്രം, നീ കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവുവിനോട് വിലയ്ക്ക് വാങ്ങുവാൻ തക്കവണ്ണം. ഇതൊക്കെയും ഇത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. ഇതൊക്കെയും എന്താണ് നാം ചെയ്യേണ്ടത്? വിലയ്ക്ക് വാങ്ങുകയാണ്. അതിനുവേണ്ടി നാം എന്ത് ചെയ്യണം? നാം നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കണം. അതായത് നമുക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ്, ദൈവം തുറന്നു വെച്ചിരിക്കുകയാണ്. അത് ആർക്കും, അതായത് അതിന് പ്രത്യേകിച്ച് എനിക്ക് ധനം വേണമെന്നില്ല, എനിക്ക് ധനമില്ല എന്നുള്ളൊരു കുറവ് ഉണ്ട് എന്നുള്ളതില്ല. എല്ലാവർക്കും രക്ഷാപദ്ധതിയിൽ അവിടെ ചെല്ലുവാൻ തക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും. അവിടെ യഹൂദനെന്നോ യവനെന്നോ അല്ലെങ്കിൽ ധനവാനെന്നോ ദരിദ്രനെന്നോ അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ളവനെന്നോ വിദ്യാഭ്യാസം കുറഞ്ഞവനെന്നോ ഇല്ല, എല്ലാവർക്കും തുല്യ സ്ഥാനമാണ്. അപ്പോൾ അതിനുവേണ്ടി നാം പ്രത്യേകിച്ച് വിദ്യ അഭ്യസിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി നാം എന്തെങ്കിലും ഈ മല മറിക്കേണ്ട കാര്യമില്ല. പിന്നെയോ സ്വയമായിട്ട് നമ്മെ തന്നെ
ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ട് സമർപ്പിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പലപ്പോഴും മനുഷ്യർക്കും ആ സമർപ്പണത്തിന് ഉള്ള ഒരു മനോഭാവമില്ല. കാരണം യേശുവിൻ്റെ കാലത്തുണ്ടായിരുന്ന പരീശന്മാരെ പോലെയാണ്. അത് വെളിപാടുകാരനായ യോഹന്നാൻ ഇപ്രകാരം പറയുന്നു, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്, എന്നാൽ നിൻ്റെ അവസ്ഥ എന്താണ്? നീ നിർഭാഗ്യവാനാണ്, അരിഷ്ടനാണ്, ദരിദ്രനാണ്, കുരുടനാണ്, നഗ്നനാണ് എന്ന് അറിയാതിരിക്കുകയാണ്. ആയതുകൊണ്ടാണ് മുൻപ് പറഞ്ഞതുപോലെ നീ എന്ത് ചെയ്യണം? സമ്പന്നനാകുവാൻ തീയിൽ ഊതിക്കഴിച്ച പൊന്ന് വാങ്ങിക്കണം, നിൻ്റെ നഗ്നയുടെ ലജ്ജത വെളിവാകാൻ തക്കവണ്ണം വെള്ളയുടുപ്പ് ധരിക്കണം, അതുപോലെ കാഴ്ച ലഭിക്കേണ്ടതിന് ലേപവും വാങ്ങുവാൻ തക്കവണ്ണമാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് അറിയിക്കുന്നത്. ആയതുകൊണ്ട് ഈ വിലയേറിയ മുത്ത് വാങ്ങിപ്പാൻ തക്കവണ്ണം നാം നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. ആ പരീശന്മാരോടായിട്ട് യേശുക്രിസ്തു പറഞ്ഞതെന്താണ്? നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 21:31 വാക്യപ്രകാരം ഞാൻ വായിക്കുന്നു, ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യത്തിൽ കടക്കുന്നു എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇതും ഒരു ഉപമയുടെ ഭാഗമായിട്ടാണ് പറയുന്നത്. കാരണം പലപ്പോഴും പരീശന്മാരും ശാസ്ത്രിമാരും, അതായത് യേശുക്രിസ്തു ആയിരുന്ന നാളുകളിൽ ജീവിച്ചിരുന്ന വലിയ വിദ്യാഭ്യാസമുള്ളവരും കഴിവുള്ളവരുമായ ധനവാന്മാരുമായ ആൾക്കാരായിരുന്നു ഈ സമൂഹത്തിൽപ്പെട്ടവർ. എന്നാൽ അവരോട് പറയുന്നത്, നിങ്ങളല്ല പിന്നെയോ ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുമ്പായി സ്വർഗരാജ്യത്തിൽ ദൈവരാജ്യത്തിൽ കടക്കുന്നു എന്ന് സത്യമായിട്ട് പറയുന്നത്. കാരണം അവർക്ക് ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തി അവരുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിൽ നിന്ന് ആ സമാധാനം പ്രാപിപ്പാൻ തക്കവണ്ണം അവർക്ക് സാധിക്കും. ആയതുകൊണ്ടാണ് ഈ പറയപ്പെട്ട കാര്യം സംഭവിക്കുന്നത്. അപ്പോൾ അവരാണ് വിലയേറിയതായ മുത്ത് കണ്ടെത്തി വാങ്ങിക്കുന്നത്. അവർ തന്നെത്താൻ താഴ്ത്തി അവരെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട്, അയ്യോ ഞാൻ പാപിയായ മനുഷ്യൻ എന്ന് പറയുവാനുള്ള ഒരു മനോഭാവം ആ ചുങ്കക്കാരൻ പ്രാർത്ഥിപ്പാനായി പള്ളിയിൽ പോയ ചുങ്കക്കാരൻ്റെ വ്യവസ്ഥയെക്കുറിച്ച് നാം പിന്നീട് പഠിക്കുന്നതാണ്. എങ്കിലും അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, അല്ലയോ ഞാൻ പാപിയാകുന്നു എന്നുള്ള ചിന്താഗതി നമുക്കുണ്ടാകണം. കാരണം ഈ രക്ഷാപദ്ധതി അത് ഒരിക്കലും നമുക്ക് കാശ് കൊടുത്ത് അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിക്കുകയില്ല. പിന്നെയോ അതൊരു ദാനമാണ്. എന്നാൽ ആ ദാനം പ്രാപിക്കുവാൻ തക്കവണ്ണം നാം നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കണം. അതുകൊണ്ടാണ് വെളിപാടുകാരൻ വീണ്ടും 3:21 ഞാൻ വായിക്കുന്നത്, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും, ഞാനും ജയിച്ച എൻ്റെ പിതാവിനോടുകൂടി അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ. അപ്പോൾ യേശുക്രിസ്തു എപ്രകാരം ഈ ഭൂമിയിലായിരുന്നപ്പോൾ ജയിച്ചു, പിശാചിൻ്റെ എല്ലാ തന്ത്രങ്ങളും ജയിപ്പാൻ തക്കവണ്ണം അവന് സാധിച്ചു. അവനെ കൊടുക്കുവാൻ തക്കവണ്ണം പരീക്ഷാ സമയത്തായിരുന്നാലും പിന്നീടുള്ള കാലത്തായാലും, പരീക്ഷന്മാരിലൂടെയും ശാസ്ത്രിമാരിലൂടെയും ആയിരുന്നാലും യേശുവിനെ കൊടുക്കുവാൻ തക്കവണ്ണം അവർ പല പല ഉപാധികൾ ഒരുക്കി വെച്ചു. ആയതുപോലുള്ള കുടുക്കുകൾ, പല ഉപാധികൾ നമുക്കുമുണ്ടാകും. എന്നാൽ നമുക്കുള്ള ഒരു ആശ്വാസം എന്താണെന്നറിയാമോ? ജയിക്കുന്നവന് യേശുവോടൊപ്പം ആയിരിക്കാൻ തക്കവണ്ണം എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും എന്ന് പറഞ്ഞത് എപ്രകാരമാണ്? ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെയാണ്. അപ്പോൾ ദൈവം നമുക്ക് ഈ സന്തോഷം, ആശ്വാസ വചനങ്ങൾ തിരുവചനത്തിലൂടെ നമുക്ക് നൽകിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഈ വിലയേറിയ മുത്ത് യേശുക്രിസ്തു ആകുന്നു. ആ യേശുക്രിസ്തുവിനെ നാം പൂർണ്ണമായിട്ട് അംഗീകരിച്ചുകൊണ്ട് അത് നല്ലൊരു ജീവിതം നയിപ്പാൻ നമുക്കിടയായിത്തീരണം. അതുപോലെ തന്നെ ഈ വ്യാപാരി കണ്ടുപിടിച്ചതായ വിലയേറിയ മുത്തിനെക്കുറിച്ച് പറയുമ്പോൾ അതിന് 2 അർത്ഥം നമുക്ക് കാണുവാനൊക്കെ കൊണ്ട് സാധിക്കും. ഒന്ന്, ദൈവരാജ്യം അന്വേഷിക്കുന്ന നാം ആയിരിക്കുന്ന ഓരോ വ്യക്തികളെ കുറിക്കുന്നു. അതുപോലെ തന്നെ യേശുക്രിസ്തു നമ്മിൽ എന്ത് കണ്ടെത്തുന്നു? ആ വിലയേറിയ നീതി കണ്ടെത്തുന്നു. കാരണം യേശുക്രിസ്തു പറയുന്നത്, യേശുക്രിസ്തു ആകുന്നു ഈ വ്യാപാരി നമ്മിൽ, നഷ്ടപ്പെട്ടതായ മാനവരാശിയിൽ ഈ വിലയേറിയ മുത്ത് കാണുന്നതായിട്ട് പറയുന്നുണ്ട്. പ്രവാചകനായ സഖരിയാവ് പറയുമ്പോൾ 9-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു, അവർ അവൻ്റെ ദേശത്ത് ഒരു കിരീടത്തിൻ്റെ രത്നം പോലെ പൊങ്ങി ശോഭിക്കും. ആരെക്കുറിച്ചാണ് പറയുന്നത്? മനുഷ്യരെക്കുറിച്ചാണ്, നമ്മെക്കുറിച്ചാണ് പറയുന്നത്. വീണ്ടും അപ്പോസ്തലനായ മലാക്കിയുടെ പ്രവചനത്തിൽ പറയുന്നുണ്ട് 3:17, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അപ്പോൾ അത് നമ്മെക്കുറിച്ചതാണ്. കാരണം ദൈവരാജ്യത്തിന് കൊള്ളാവുന്ന വ്യക്തികളായി തീരുന്ന ഓരോരുത്തരെക്കുറിച്ചുമാണ് പറയുന്നത്. അവർ ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ
അതെ, അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അപ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെയും നമ്മിൽ കാണുന്ന ആരാണ്? യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണല്ലോ അതെ, നഷ്ടപ്പെട്ടു പോയ ആടിനെ തേടി ഈ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നതായിട്ടുള്ള ഉപമ പിന്നീട് പറയുണ്ടായത് നമ്മൾ പഠിക്കുന്നതായിരിക്കും. പക്ഷേ ഇതൊക്കെയും ചൂണ്ടിക്കാണിക്കുന്നത് നമ്മിൽ ഒരു വലിയ നീതി കണ്ടു ആയതുകൊണ്ടാണ്. അതായത് ദൈവം തൻ്റെ സാദൃശ്യത്തിൽ നമ്മെ സൃഷ്ടിച്ചു. ആ നഷ്ടപ്പെട്ടു പോയതായ മനുഷ്യരെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണമാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. അപ്പോൾ ഈ യേശു ക്രിസ്തു നമ്മിൽ എന്താണ്? ഒരു വിലയേറിയ നീതി കാണുവാൻ തക്കവണ്ണം എത്തിയിരുന്നു. അപ്പോൾ അത് ഞാനും നിങ്ങളുമാണ്, നാം ഓരോരുത്തരുമാണ്. ആയതുകൊണ്ട് ഈ വലിയ നീതിയായ നാം ഓരോരുത്തരും ദൈവരാജ്യത്തിൽ ചെന്നു ചേരുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം നാം എന്ത് ചെയ്യണം? നമ്മെ തന്നെ താഴ്ത്തണം. അതെ, പ്രത്യേകിച്ച് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പ്രാപിച്ചുകൊണ്ട് പറയപ്പെട്ടതായ കാര്യം അപ്പോസ്തല പ്രവൃത്തികൾ 5:31 നാം വായിക്കുന്നുണ്ട്. ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനം നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തൻ്റെ വലം കൈയാൽ ഉയർത്തിയിരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് എന്തിനു വേണ്ടിയാണ്? അത് മറ്റൊന്നുമല്ല, ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ ആരായിട്ടാണ്? പ്രഭുവായിട്ടും അതുപോലെ തന്നെ രക്ഷിതാവായിട്ടും തൻ്റെ വലം കൈയാൽ ഉയർത്തിയിരിക്കുന്നു. ഇത് അതായത് മനുഷ്യ ചരിത്രത്തിൽ ഉണ്ടാകുവാനിരിക്കുന്നതായ കാര്യങ്ങളെക്കുറിച്ച് പ്രവചനത്തിലൂടെ അതേ അപ്പോസ്തല പ്രവൃത്തിയിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതാണ്. എന്തിനു വേണ്ടിയാണ്? അതായത് യേശു ക്രിസ്തുവിൻ്റെ പ്രാധാന്യം. അതേ സ്വർഗം നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നതായ ആ വലിയ മുത്ത് മറ്റൊന്നുമല്ല, അത് ഞാനും നിങ്ങളുമാണ്. അതുപോലെ തന്നെ അത് തേടുന്ന വ്യാപാരി യേശു ക്രിസ്തുവാണ്. അതേപോലെ തന്നെ തിരിച്ചും അതായത് യേശു ആകുന്ന വലിയ നീതി കണ്ടെത്തുവാൻ തക്കവണ്ണം നമ്മളെ പ്രയത്നങ്ങളെക്കുറിച്ചും അതായത് നമ്മെ തന്നെ സമർപ്പിക്കേണ്ടതായ ആവശ്യത്തെക്കുറിച്ചും അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. അതായത് സ്വർഗസിംഹാസനം തുറന്ന് അതിൽ തൻ്റെ എല്ലാ പദവികളും മാറ്റിവെച്ചിട്ട് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് അതേ മറുതലിച്ചതായ, അതായത് ദൈവം കാണിച്ച ദൈവം ഒരുക്കി വെച്ചിരുന്നതായ കാര്യത്തെ വേണ്ടാന്ന് വെച്ച് നാം നഷ്ടപ്പെട്ടവരായ നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ്. അതായത് യേശു ക്രിസ്തു ദൈവം പറഞ്ഞത് അനുസരിക്കാതെ പിശാചിനോട് ചേർന്ന മാനവരാശിയെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം, അതായത് നമുക്ക് നഷ്ടപ്പെട്ടത് അതൊക്കെയും തിരികെ തരുവാൻ തക്കവണ്ണമുള്ളൊരു പ്രവർത്തനമാണ്. അപ്പോൾ ഇവിടെ ഞാൻ മുമ്പേ പറഞ്ഞുവല്ലോ, അപ്പോസ്തലന്മാരുടെ കാലത്ത് ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം എന്തായിരുന്നു? അതേ, അപ്പോസ്തലനായ പത്രോസ് പ്രസംഗിച്ചു. ആ പ്രസംഗം കേട്ടപ്പോൾ 3000 പേര് സ്നാനപ്പെട്ടു, അവർക്ക് മാനസാന്തരം ഉണ്ടായി എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അത് ആരെക്കുറിച്ചാണ് അവർ പറഞ്ഞത്? അതേ, യേശു ക്രിസ്തുവിനെക്കുറിച്ച്. അത് ഇസ്രായേലിന് മാനസാന്തരം ഉണ്ടാകുവാൻ പാപമോചനം നൽകുവാൻ തക്കവണ്ണം അതേ ദൈവം അവനെ പ്രഭുവിൻ്റെ രക്ഷിതാവായും ഉയർത്തിയിരിക്കുന്നു എന്നുള്ള പ്രസംഗം കേട്ടപ്പോൾ അങ്ങനെയാണ് അനേകർ സ്നാനപ്പെട്ടത്. അതിനെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തിയിൽ 4 വായിക്കുന്നത് ഇപ്രകാരമാണ്: വിശ്വസ്തരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സും ഉള്ളവരായി തനിക്കുള്ളത് ഒന്നും സ്വന്തമെന്നാരും പറഞ്ഞില്ല, സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. അപ്പോൾ അത് ആ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവത്തെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. സഭ നാൾക്ക് നാൾ പെരുകുവാൻ തക്കവണ്ണം തുടങ്ങി. അതെ, ആ സമയത്ത് തന്നെ എന്തുണ്ടായി? വളരെയധികം പെർസിക്യൂഷന് അവർക്കൊക്കെയും വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകേണ്ടി വന്നിരുന്നാലും സഭ അനുദിനം പെരുകിക്കൊണ്ടിരുന്നു. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അവരെല്ലാവരും ഒരുമനപ്പെട്ട് എല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചു. അതിനെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ രേഖപ്പെടുത്തിയിരിക്കുന്ന 2-ാമത്തെ അധ്യായത്തിൽ വായിക്കുകയാണ്: ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെ കൃപ അനുഭവിക്കുകയും ചെയ്ത് കർത്താവ് രക്ഷിക്കുന്നവർ ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് മാനസാന്തരത്തിന് അനുഭവം ഉണ്ടായി. ഐക്യതയോട് നിൽക്കുവാൻ, ഒത്തൊരുമയോട് നിൽക്കുവാൻ അവർക്ക് ഇടയായിത്തീർന്നു. അതുകൊണ്ടാണ് 2-ാമത്തെ അധ്യായത്തിൽ നാം പെന്തിക്കോസ്ത് നാളിനെ കുറിച്ചുള്ള അനുഭവം വായിക്കുന്നത്. പെന്തിക്കോസ്ത് നാളിൽ അവർ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടിയിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ മേൽ അഗ്നിനാളത്തിൻ്റെ രൂപേണ വന്നു. അങ്ങനെ അവർക്ക് ശക്തി അവർക്കുണ്ടായി. അവർ ആദ്യ മഴയുടെയും അതായത് ഫോർമർ റെയിനും പിന്നീട് ലാറ്റർ റെയിനും അനുഭവം ഉണ്ടാകുവാൻ തക്കവണ്ണം അവരെ തന്നെ ഒരുങ്ങിയിരുന്നത് കൊണ്ട് ഇതൊക്കെയും സംഭവിച്ചു.
ആയതുകൊണ്ട് വലിയ മുത്തായ യേശു ക്രിസ്തുവിനെ കണ്ടുപിടിപ്പാൻ തക്കവണ്ണം അതേ നാം ഓരോരുത്തരും എന്ത് ചെയ്യണം? നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അതേ ജീവിക്കണം. പ്രത്യേകിച്ച് പറയുമ്പോൾ അതേ മനുഷ്യന് നമുക്ക് അത് കാണാൻ തക്കവണ്ണം അല്ലെങ്കിൽ കാണാതിരിപ്പാൻ തക്കവണ്ണമുള്ളതായ പല പല വഴികളും പിശാച് ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ അത് കണ്ടുപിടിപ്പാൻ തക്കവണ്ണം മനഃപൂർവ്വമായിട്ട് നാം ഒരുങ്ങണം. ആയതുകൊണ്ട് അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പ്രകാരമാണ് പറയുന്നത്. ഫിലിപ്പിയ ലേഖനം 3:7-8 വാക്യങ്ങൾ അവിടെ പറയുന്നത്, എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം ഞാനിപ്പോഴും എല്ലാം ഛേദം എന്ന് എണ്ണുന്നു. ഇത് അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിത അനുഭവത്തെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. കാരണം താൻ അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്നായ പൗരന്മാരിൽ ശ്രേഷ്ഠനായ ഒരു വ്യക്തിയായിരുന്നു. അത് തന്നെയുമല്ല, അന്ന് യേശു ക്രിസ്തുവിൻ്റെ മതത്തിനെതിരായിട്ട് നസറേയൻ്റെ മതത്തിനെതിരായിട്ട് പ്രവർത്തിപ്പാൻ തീക്ഷ്ണതയോടെ ഇറങ്ങിപ്പുറപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഈ ശൗൽ എന്ന് പറഞ്ഞതായ വ്യക്തി. എന്നാൽ ദമാസ്കോസ് റോഡിൽ വെച്ച് തനിക്കുണ്ടായതായ മാറ്റം വലിയ മാറ്റമായിരുന്നു. എന്താണ് സംഭവിച്ചത്? അവന് യേശു ക്രിസ്തുവിൻ്റെ ദർശനമുണ്ടായി. ആ യേശു ക്രിസ്തുവിൻ്റെ ദർശനമുണ്ടായ മാത്രയിൽ അവനോട് പറഞ്ഞു, നീ എനിക്ക് ഞാൻ ജാതികളുടെ ഇടയിൽ സുവിശേഷം എന്നെക്കുറിച്ച് പറയുവാൻ തക്കവണ്ണം ഒരുക്കിയിരിക്കുന്ന വ്യക്തിയാണ്. ആയതുകൊണ്ട് അവൻ തന്നെത്താൻ സമർപ്പിച്ച് പിന്നീടുള്ള അവൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഒരു വലിയ പ്രവർത്തനമായിരുന്നു. തനിക്ക് വളരെയധികം കഷ്ടതയും പ്രയാസവും ഉണ്ടായി. എന്നാൽ അവയൊന്നും താൻ അത് കാര്യമായിട്ട് എണ്ണിയില്ല. അങ്ങനെ അത് കരുതാതിരുന്ന വ്യക്തിയായ പൗലോസ് ശൗൽ പൗലോസായി മാറുകയും ആ വ്യക്തി തൻ്റെ പിന്നീടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ താൻ ചെയ്ത പ്രവൃത്തിയിൽ യേശുക്രിസ്തുവാണ് എല്ലാറ്റിനും ഉപരിയായിട്ടുള്ളത്. അതുകൊണ്ടാണ് താൻ ഇപ്രകാരം എഴുതിയത്, എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. അതായത് യേശു ക്രിസ്തുവിന് വേണ്ടി എന്ത് ചെയ്തു? സകലവും ചപ്പും ചവറുമായിട്ട് എണ്ണുവാനുള്ളതായ ഒരു പ്രവണത അല്ലെങ്കിൽ ചിന്താഗതി അവനുണ്ടായി. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് പല മനുഷ്യരും യേശു ക്രിസ്തുവിൻ്റെ പേരും പറഞ്ഞ് പണം സമ്പാദിക്കുകയാണ്, വീടുകൾ ഒഴുക്കുകയാണ്. എന്ന് പറഞ്ഞാണ് യേശു ക്രിസ്തുവിൻ്റെ പേരും പറഞ്ഞാണ്. പക്ഷേ അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ തനിക്ക് ഒന്നുമില്ലാത്തവനായിട്ടാണ് താൻ ജീവിച്ചത്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ എപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുകയാണ്. സകല കാര്യങ്ങളും തനിക്ക് കസേര വേണ്ട, അല്ലെങ്കിൽ പോസ്റ്റ് വേണ്ട, പൊസിഷൻ വേണ്ട, ധനം വേണ്ട, അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി പോകുന്ന അനുഭവം ഒന്നുമില്ല. പിന്നെയോ താൻ യേശു ക്രിസ്തുവിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയായി ജീവിച്ചതായ കാഴ്ച നമുക്ക് കാണുവാനൊക്കെ സാധിക്കും. കാരണം യേശു ക്രിസ്തുവിനെ താൻ വിലതീരാത്ത നിധിയായിട്ട് കരുതുകയും ആ യേശു ക്രിസ്തുവിന് വേണ്ടി തൻ്റെ ജീവനെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയും ചെയ്തു. എന്നുള്ള ഒരു വാസ്തവമാണ് നമുക്ക് അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൽ നിന്ന് കാണുവാനൊക്കെ സാധിക്കുന്നത്. ആയതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുമേ നാം വിലതീരാത്ത നിധിയായ മുത്തായ യേശുവിനെ കണ്ടുകൊണ്ട് അവന് വേണ്ടി ജീവിപ്പാൻ നമ്മെ തന്നെ സമർപ്പിക്കുക. അങ്ങനെ നാം സമർപ്പിക്കുമ്പോൾ അത് നമുക്ക് ആ വിലയേറിയ മുത്ത് പ്രാപിപ്പാനൊക്കെ ഇടയായിത്തീരും. ആയതുകൊണ്ട് ആ ധൈര്യത്തിന് വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. അവനെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, അവിടുത്തെ സന്നിധിയിലേക്ക് തലവണയ്ക്ക് പ്രാർത്ഥിപ്പാൻ ഈ ഒരു അവസരം കൂടി തന്നിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. കർത്താവ് ഞങ്ങൾക്ക് തിരുവചനത്തിലൂടെ വിലയേറിയതായ മുത്തിൻ്റെ അനുഭവം പഠിപ്പാനൊക്കെ സഹായിച്ചു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ ആവശ്യങ്ങൾ അനവധിയാകുന്നെങ്കിലും കർത്താവ് നടത്തണം. അവിടുത്തെ വരവിനായി ഒരുങ്ങാൻ സഹായിക്കണം. ആ നിത്യരായതിന് ഓഹരിക്കാരായി തീർക്കാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിൽ കൂടി താഴ്മിടുവിനുമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കും എന്നെ നന്ദിയെ പ്രത്യേകം അറിയിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുവാനുള്ള താല്പര്യമുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പ്രാർത്ഥിപ്പാൻ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ കണിശമായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിൽ നിങ്ങൾ എഴുതുക. ഞങ്ങൾ വേണ്ട സഹായം ചെയ്യുന്നതാണ്.